ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കുന്നതാണ്. ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് റീഗർജിറ്റേഷൻ, GERDയുടെ ലക്ഷണങ്ങൾ, പുളിച്ചു തകട്ടൽ, നെഞ്ചരിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏത് സൈഡ് തിരിഞ്ഞ് കിടക്കണം പൊതുവേ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. നേരെ കിടന്നാൽ എന്തായാലും മേളിലോട്ട് പെട്ടെന്ന് റീഗർജിറ്റേറ്റ് ആയി വരും, അല്ലെങ്കിൽ നെഞ്ചരിച്ചിലുള്ള ലക്ഷണങ്ങൾ വരും. സോ എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുവശം ചരിഞ്ഞ് കിടക്കുക. അന്നനാളത്തിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം അതൊരു ബാഗിനകത്ത് സാധനം നിൽക്കുന്ന പോലെ അത് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കും. അത് പെട്ടെന്ന് റീഗർജിറ്റേഷൻ ആയിട്ട് വരില്ല അൺലെസ് ആൻഡ് അൻടിൽ അവിടെ എന്തെങ്കിലും പ്രഷർ വന്നാൽ. അഥവാ ആ ഒരു വാൽവിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ജംഗ്ഷനിലുള്ള മസിലിന് എന്തെങ്കിലും ചെറുതായിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മേളിലോട്ട് ഈസോഫാഗസിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെയാണ്. അപ്പോൾ ഇടതുവശം ചരിഞ്ഞ് കിടന്നാൽ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. വാൽവിൻ്റെ ഭാഗത്ത് പ്രഷർ വരുന്നില്ല, ജംഗ്ഷൻ്റെ അവിടെ പ്രഷർ വരുന്നില്ല. നോർമലായിട്ടുള്ള ദഹനം നടക്കുകയും ചെയ്യും, ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും. ഹാർട്ട് ബേൺ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ഉണ്ടാവത്തുമില്ല.